അല്ലാഹു റബ്ബി. ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ പുതിയ പാർട്ടിക്കാർ ഇവിടെ ഒന്നും പോലും ഉണ്ടാവില്ല, എന്നാലും ഞാൻ ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഓരോരോ പുതിയ പാർട്ടിക്കും മറ്റുമൊക്കെ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഓർമ്മപ്പെടുത്തുക. എന്തെങ്കിലുമൊക്കെ വായിച്ചിങ്ങാണ്ട് നമ്മൾ സുന്നി മാറി മറ്റേക്ക് അങ്ങോട്ടേക്ക് ഇത് രാഷ്ട്രീയമല്ല, ഇത് കച്ചവടം മാറല്ല, ഇത് തുണിയും കുപ്പായം മാറ്റല്ല. ഒന്ന് ആലോചിച്ചിട്ട് നിന്നാൽ മതി അല്ലേ? അല്ലാഹു റബ്ബി. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റൂല ഒരു കൂട്ടർ അല്ലേ? മരിച്ചാൽ ഇവിടെ കണ്ട മരിച്ച പേരെ ചെന്ന് നോക്കിയൊക്കെ മിണ്ടാണ്ടങ്ങനെ ഇരിക്കണതാണ്, അല്ലെങ്കിൽ മനോരമയും വായിച്ചിരിക്കണതാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വർത്താനം. ഏത് പാടില്ല? ഖുർആൻ ഓതാൻ പാടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മരിച്ചാൽ ഏത് പാടില്ല? ഖുർആൻ ഓതാൻ പാടില്ല. ആയിക്കോട്ടെ, നമ്മൾ സമ്മതിച്ചു. എന്നാ ഇവർ മരിച്ചു എന്ന് കേട്ടാ നമ്മൾ എന്താ ചെല്ലുക? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. ആ ഖുർആൻ ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളിപ്പോൾ ഈ സദസ്സിലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് നമ്മളെ നാട്ടിൽ ഇന്ന ആൾ മരിച്ചിക്കണെന്ന് പറഞ്ഞു. ആ വാർത്ത കേട്ടാ നിങ്ങളൊക്കെ എന്താ ചെയ്യുക? നമ്മളൊക്കെ നന്നായി. അതാ പറഞ്ഞത്, നിങ്ങളൊന്നും മുണ്ടി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും. പണ്ടുന്നാൾ ആ കുഞ്ഞായ്മീൻ്റെ വലഭാഗത്തെ മലക്ക് പോയോലോ എന്ന് പറഞ്ഞിട്ട് ഒന്നും മുണ്ടാതിരുന്നിട്ട് എന്തെങ്കിലും എഴുതാൻ കിട്ടണ്ടേ. അപ്പോൾ ഒന്നും മുണ്ടാതെ ഇങ്ങനെ ഇരുന്നാലേ മലക്കുകൾ പോവും ചിലപ്പോൾ. ഞാൻ ബുഖാരിയിലുണ്ടോയെന്നൊന്നും ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ മാമാൻ്റെ ഹദീസ് കേട്ടതാണ്. അല്ലാഹു തആല ഖൈർ തരട്ടെ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ എന്ത് ചൊല്ലും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത് ഖുർആനാണോ? അല്ലേ? അത് ഖുർആനാണ്. അപ്പൊ ഇവര് മരിച്ചാൽ നമുക്ക് ഇന്നാ ലില്ലാഹി എല്ലാം പറ്റും? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റും? പറ്റൂല. അപ്പൊ ഇവര് മരിച്ചാൽ പിന്നെ ഇന്നാ ലില്ലാഹി എല്ലാം പറ്റും? പറ്റൂല. എന്നാ പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു, അതിനിപ്പോ ദിക്ർ എല്ലാനും പറ്റൂല. പിന്നെ ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ഓർക്കണം, നമ്മളൊരു പാർട്ടി മാറുക, അങ്ങോട്ട് മാറുക എന്നൊക്കെ പറയുമ്പോൾ മാറുമ്പോൾ എന്താണ് ലാഭം നഷ്ടം അത് കണക്കാക്കണ്ടേ? മരിച്ചോടത്ത് ഓതാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ മരിച്ചാൽ ഓതാൻ പറ്റൂല. എന്നാ പിന്നെ ഇവരൊക്കെ മരിച്ചാൽ പിന്നെ ഇന്നാ ലില്ലാഹി എല്ലാം പറ്റുമോ? പറ്റൂല. ഇവരൊക്കെ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? മയ്യത്ത് നിസ്കാരത്തിലെ പ്രധാന ഭാഗം ഫാത്തിഹയാണ്, അത് ഖുർആനല്ലേ? ഓതാൻ പറ്റുമോ? അപ്പൊ ഇവരൊക്കെ മരിച്ചതിന്റെ തലേന്ന് കാണുമ്പോൾ പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കാണുമ്പോഴേ മരിച്ച ഏതായാലും ചെല്ലാൻ കൂടൂല, അതുകൊണ്ട് ചെല്ലിയതാണ് അറിയാം. അല്ലാതെ എന്താ പറയാ? നിസ്കരിച്ചാൽ പോലും കടന്നു തരാത്തോണ്ട് പിന്നെ നിസ്കരിച്ചാൻ പറ്റൂല. എന്നാ ഞാൻ അത് രണ്ടും കഴിഞ്ഞ് മയ്യത്ത് നമ്മൾ ഭൂമിയിൽ നിന്ന് അവസാനം നമുക്ക് എന്ത് ചെയ്യണം? ഒരു മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖിറാത്താനി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഖബർ വരെ പോകണം അല്ലേ? ശേഷക്രിയകൾക്ക് കൂടണം. മയ്യത്ത് ഖബറിലേക്കാണ് താഴ്ത്തി വെച്ചിട്ട് ആ മൂടുകല്ലൊക്കെ വെച്ചിട്ട് നമ്മളൊരു 3 പൊടി മണ്ണ് വാരിയിടുക. ഒന്ന് വാരിയിട്ടാണ് എങ്ങനെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. ഖുർആനാണോ? അല്ലേ? ഇവരൊക്കെ മരിച്ചാൽ മണ്ണ് വാരിയിട്ട് മിൻഹാ ഖലഖനാകും ഓതിങ്ങാണ്ട് ഇടാൻ പറ്റുമോ? മരിച്ചാൽ ഓതാൻ പറ്റുമോ? പറ്റൂല. പിന്നെ ഇവരൊക്കെ മണ്ണ് വാരിയിടുമ്പോൾ എന്താ ചെയ്യാ? പോണ വഴിക്ക് പോട്ടെ ഇറങ്ങാണ്ട് ഇടുക. അല്ലാതെ എന്താ പറ്റുക? ഖുർആൻ ഓതാൻ പറ്റില്ല, ദിക്ർ ഇടാൻ പറ്റൂല. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളൊരു സംഗതിക്ക് വലിയ കിതാബ് ഓതിയ വിവരമൊന്നും ഇപ്പൊ അധികം സംഗതിക്ക് വേണ്ടല്ലോ. കുറെ സംഗതികൾക്കൊക്കെ ഇപ്പൊ അങ്ങനെയല്ലേ അല്ലേ? നമ്മളെ നാട്ടിലിൻ്റെ പീടിയെന്ന് പണ്ട് ഒരു ചായപ്പീടിയെന്നുണ്ട് ഭയങ്കര ഒച്ചപ്പാട്. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ മക്കളെ ഒരു വർത്താനം? അത് ഉസ്താദെ ഒരു അറബിക് മാസ്റ്റർ വന്നിക്കും നമ്മുടെ സ്കൂളിൽ. എന്നിട്ടോ ചോദിച്ചു, അയാൾ ദിവസം പീടിയിൽ ഇങ്ങനെ സുന്നിയും മുജാഹിദും പറയാൻ. എന്നിട്ട് നിങ്ങളെന്തേ കാട്ടി ചോദിച്ചു. എന്നെന്താ ചോദിച്ചു. അപ്പോൾ അയാൾക്ക് മന്ദിരിച്ചാൽ കൂലില്ല എന്നാണ് അയാൾ പറയണത്, മന്ദിരിച്ചാൽ ഫലമില്ല. മന്ദിരിച്ചൂതിയാൽ ഫലമില്ല എന്നാണ് അയാൾ പറയണത്. എന്നിട്ട് നിങ്ങളെന്തേ പറഞ്ഞു ചോദിച്ചു. ഞങ്ങൾ പേരോട് ഉസ്താദിൻ്റെ വയലിൽ കേട്ടതൊക്കെ പറഞ്ഞു നോക്കി, അതൊന്നും ഓന് മനസ്സിലാവണില്ല. അപ്പം ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളാവൊന്നും പറയാൻ നിൽക്കണ്ട, നിങ്ങൾ കുറച്ചിന് വിട്ട് നിൽക്കുക കജ്ജെത്താത്ത ദൂരത്ത്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടണ മന്ദിരം എന്നാണ് മന്ദിരിച്ചളിയാണ്. അപ്പോൾ കുട്ടികൾ 2-3 ആൾ കുറച്ചിന് വിട്ട് നിങ്ങാട് എടാ അമുക്കേ കുട്ടികൾക്ക് കിട്ടണ മന്ദിരക്കാൾ മന്ദിരിച്ചു. അപ്പോൾ ഇരിക്കണ ചങ്ങായി നീച്ചുന്നു ഇങ്ങനെ ചോടിക്കളിച്ചു തുടങ്ങി. അപ്പോൾ കുട്ടികൾ വെച്ച് ചീത്തറിന് മന്ദിരിച്ചാൽ തന്നെ എങ്ങനെയാണെങ്കിൽ ആയത്തിൽ കുറിച്ച് ചോദ്യം എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ചില സംഗതികളൊക്കെ എന്താണെന്ന് നിങ്ങൾ ഇപ്പോഴത്തെ കാലത്തെ ആയത്തും ഹദീസും ഓതാൻ നിൽക്കലല്ല, മെല്ലെ ലോകം കൂടിങ്ങാണ്ട് കൊണ്ടുവരിക, കോഴിക്കോട് കൊണ്ടുവരിക. ആ 13-ാം നമ്പർ ബസ്സുണ്ട് കുതിരവട്ടം ബൈക്ക് പോണത്, അവിടെ മെല്ലെ ഇറക്കി കൊടുക്കുക. അല്ലാതെ ആയത്തും ഹദീസും ഒന്നും ഓതിയിട്ട് കാര്യമില്ല. ഇത് പഠിക്കേണ്ടവർക്കല്ലേ
ഇപ്പം ഇതിനാരെങ്കിലും ചോദിച്ചു പഠിക്കാതെ പഠിക്കാൻ വേണ്ടി ചോദിക്കണ്ട. നാളെ പാതിരാക്ക് ഒരു ചങ്ങായി എന്നെ ഫോൺ ചെയ്തു. രാത്രി 2:30 മണിയായപ്പോൾ ഒരു ചങ്ങായി വിളിച്ചു. ഹലോ, കൂറ്റമ്പാറ ഉസ്താദല്ലേ? അതെന്തേ മോനെ? ഉസ്താദെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ഇനി പാതിരാണെങ്കിലും സംശയിച്ച് മരിച്ചണ്ടെന്ന് വിചാരിച്ച് ചോദിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ സംശയം, ഉസ്താദ് ഇബ്ലീസ് ആണോ പെണ്ണത്? പാതിരാക്ക് മോൻ്റെ സംശയം ഇബ്ലീസ് ആണോ പെണ്ണ? ഞാൻ ചോദിച്ചു ഇജ്ജ് ആണോ പെണ്ണാന്ന് ചോദിച്ചു. ഞാനാണ്. എന്നാൽ ഇബ്ലീസിനാണ് കല്യാണം കഴിച്ചാളാം, എന്നിട്ട് നമുക്ക് പറയാം. അല്ലാണ്ട് എന്താ ഓനോട് പറയണത്? ജനങ്ങൾക്കാർക്കും ഇപ്പോൾ ആവശ്യമുള്ളതൊന്നും ചോദിക്കലും പഠിക്കലും അല്ല. എല്ലാവർക്കും ആവശ്യം എന്താണ്? കൊക്കരാമത്തിന് ഒരു ഉത്തരം മുട്ടിച്ചു. ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ദീനിയായ വിഷയങ്ങൾ നമ്മൾ ദീനിയായിട്ട് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരിക്കുന്ന ദീന് അത് ഔലിയാക്കളിലൂടെ കിട്ടിയതാ, അത് അമ്പിയാക്കളിലൂടെ കിട്ടിയതാ, ആ മഹാന്മാരിലൂടെ. നിങ്ങൾ നോക്കൂ, ഇങ്ങോട്ട് പറയാനുള്ളതൊക്കെ ഖുർആനിലെ ഡെഫിനിഷൻ പഠിപ്പിക്കുന്നതിന് ഇങ്ങനെ കുൽ നബിയെ തങ്ങൾ പറയാ ഹുവല്ലാഹു അഹദ് അല്ലേ? നബി തങ്ങൾ പഠിപ്പിച്ചെന്നാണ് നമുക്കെല്ലാം ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ ആര് മുഖേന കിട്ടി? റസൂലുള്ളാഹി തങ്ങൾ മുഖേന കിട്ടി. അതുകൊണ്ട് ഞാൻ നന്ദി ദാറുസലാമിൽ പഠിക്കണ കാലം എൻ്റെ ഒപ്പം നമ്മൾ അബ്ദുൽ ഉസ്താദിൻ്റെ അവിടെ ഇരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ശംസുലുലമയുടെ കീഴിൽ അവിടെ പഠിച്ചുകൊണ്ട് അന്ന് നന്ദിയുടെ പറക്കുന്ന കാലം. നന്ദിയിൽ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ശംസുലുലമ ശൈഖുന അവർകൾ, ബഹുമാനപ്പെട്ട പിന്നെ നെല്ലിക്കുത്ത് ഉസ്താദ്, അള്ളാഹു അവരൊക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരൊക്കെ ഉള്ള വലിയ പറക്കണ കാലം. അന്ന് കാസർഗോഡ് ഒരു വയലിന് പോവുകയാണ്, ഷെറിയ മക്കാം ഉറൂസിൻ്റെ വയലിന്. മുത്തല്ലിമാണ് ഞാൻ. അപ്പോൾ പോകുമ്പോൾ കാസർഗോഡ് മാലിക് ദിനാർ സിയാറത്ത് ചെയ്തിട്ട് അസമ്മൂര്യാർ അവിടെ ഉള്ള കാലമായി. നമ്മളെ കൂട്ടുകാർ പലരും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പം മൂപ്പരൊന്ന് കാണാൻ വിചാരിച്ചു. അസർ നിസ്കാരം കഴിഞ്ഞ് മൂപ്പര റൂമിൽ പോയി കണ്ട് അസമ്മൂര്യാർ അടുത്ത് പോയി. ഞാൻ നന്ദിന്ന് വരികയാണെന്ന് പറഞ്ഞപ്പോൾ ഈ നന്ദിയിലാണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു വയല് പറയുന്ന ആളാന്ന് ചോദിച്ചു. എന്താണ് വയലൊക്കെ കുറച്ച് പറയലുണ്ട്. അപ്പം വയല് പറയുമ്പോൾ വഹാബികളെ പറയലുണ്ടോ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ മടിച്ചിങ്ങനെ നിന്ന് എന്താ പറയേണ്ടതെന്ന് അറിയാതെ വഹാബികളെ പറയലുണ്ടോ ചോദിച്ചു. അങ്ങനെ ആവശ്യമുള്ളിടത്തൊക്കെ എല്ലായിടത്തും ആവശ്യമുണ്ട്. വഹാബികളെ വാദത്തെപ്പറ്റി ഒന്നും പറയാതെയാണ് എൻ്റെ വയല് വെച്ചാൽ അവിടുത്തെ ചോറ് എനിക്ക് ഹലാലല്ല കേട്ടോ. അല്ലാഹു അതാണ് ബഹുമാനപ്പെട്ട ഈ ഹസൻ മുസ്ലിയാർ. അവിടുന്ന് ചോറ് കഴിക്കൽ ഹലാലാകണമെങ്കിൽ എന്ത് പറയണം? വഹാബി ആശയത്തിൻ്റെ പൊള്ളത്തരം ഒന്നെങ്കിലും ഒരു വയലിൽ പറയണം, എന്നെങ്കിലേ അവിടുന്ന് വെച്ച ചോറ് ഹലാലാവുള്ളൂ പറഞ്ഞ ഹസൻ മുസ്ലിയാർ. അല്ലാഹു പടച്ചവനെ നീ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ, ദർജ ഏറ്റി കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർക്ക് ഒരാൾക്ക് ശമ്പളം കൊടുക്കാനില്ല, ഒരു കോംപ്ലക്സ് ഇല്ല, ഒരു കച്ചവടമില്ല, കൃഷിയില്ല, ബാക്കിയുള്ളതില്ല. പക്ഷെ 24 മണിക്കൂറും അക്കാലത്ത് ഇത്ര തിരക്കുള്ള ഒരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല. 24 മണിക്കൂറും അത്ര തിരക്കുള്ള ഒരാൾ മൂല്യന്മാരിലോ തങ്ങന്മാരിലോ സാധാരണക്കാരിലോ ഉണ്ടായിട്ടില്ല. അത്ര തിരക്കായിരുന്നു. എന്താ സംഗതി? സുന്നത്ത് ജമാഅത്ത് എന്ന പരിശുദ്ധ ദീനിന്റെ ഹയാത്തിന് വേണ്ടി എല്ലാ സ്ഥലത്തും വിശ്രമമില്ലാത്ത ഓട്ടം. അത് സൈക്കിളിനാണോ സൈക്കിളിന്, ഉന്തുവണ്ടിക്കാണോ ഉന്തുവണ്ടിയിൽ, ട്രെയിനിലാണോ ട്രെയിനിൽ, നടന്നിട്ടാണോ നടന്നിട്ട്. അല്ലാഹു റബ്ബി പുഴയുടെ വക്കത്തെത്തുമ്പോൾ അക്കരെ കടക്കാൻ തോണി കിട്ടിയോ എന്നാ തോണി കടന്നിട്ട്, ഇല്ലേ പുഴ നീന്തി കടന്നിട്ട്. ഈ രൂപത്തിൽ അള്ളാഹിന്റെ ദീനിനു വേണ്ടി ശരീരം ചെലവഴിച്ചിരിക്കുന്ന ഒരാളെ ചരിത്രം അല്ലാഹു റബ്ബി, ഈ നാട്ടുകാരായ നിങ്ങളോട് ഞാനിത് പറഞ്ഞു തരേണ്ടതില്ല, എങ്കിലും ഓർമ്മപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട പാലക്കാട് ബഹുമാനപ്പെട്ടവർ ജീവിച്ച കാലത്തുണ്ടാക്കിയ സ്മാരകമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയതാണ് ഹസനിയ കോംപ്ലക്സ്. അവർ പുറത്തിറക്കിയിരിക്കുന്ന ഒരു പുസ്തകം നമ്മളെ മുൻജീദ് പോലെ ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരുടെ ചരിത്രമുണ്ട്. വായിക്കേണ്ടതും അറിയേണ്ടതും നമ്മൾ ലൈബ്രറികളിലൊക്കെ സൂക്ഷിക്കേണ്ടതുമാണ്. ഞാൻ ഓർമ്മപ്പെടുന്നത്, ഇത്ര തിരക്കുള്ള ഒരു മനുഷ്യൻ ലോകത്ത് നമുക്ക് ഈ നൂറ്റാണ്ടിൽ കഴിഞ്ഞിട്ടില്ല. അത്രയധികം തിരക്ക്. എന്താ തിരക്ക്? എല്ലാ സ്ഥലത്തും സുന്നത്ത് ജമാഅത്ത്. അക്കാലത്ത് വഹാബി മൗലവിമാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പിന്തുണ മുഴുവനും അവർക്കാണ്. നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങൾക്കോ പോലീസ് സ്റ്റേഷൻ എന്താണെന്നുള്ളതൊരു ആലിമിന് അറിയില്ല. പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് അന്നത്തെ കാലത്ത് പേടിച്ച് ഭയപ്പെടുന്ന കാലാണ്. സുബ്ഹാനല്ലാഹ്, പോലീസ് സ്റ്റേഷന്റെ അടുത്ത് കൂടെ ആരും പോകൂല, അങ്ങനത്തെ കാലാണ്.
നമ്മളെ ആലിമീങ്ങൾ വിശേഷിച്ചും അങ്ങനത്തെ സംഗതിക്കൊന്നും പോകൂല. അക്കാലത്ത് വഹാബി മൗദൂദി ആൾക്കാർ പ്രത്യേക അസം മുസ്ലിയാർ ഒരു സ്ഥലത്ത് വയത് പറഞ്ഞോ പിറ്റേന്ന് ഒരു കേസ് കൊടുക്കും. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നു, രാജ്യദ്രോഹം ചെയ്തു, സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്നിട്ട ശേഷമല്ലേ. അങ്ങനെ കേരളത്തിലെ എല്ലാ കോടതികളിലും അസം മുസ്ലിയാർക്കെതിരെ കേസ്. അസം മുസ്ലിയാർ കയറാത്ത കോടതി ഏതാണ് കേരളത്തിൽ നിന്ന് അന്നത്തെ കാലത്ത് നോക്കേണ്ടതുള്ളൂ. മൂപ്പര് ഹയാത്തുള്ള കാലത്ത് 1980 മുമ്പ് അന്നുള്ള കോടതിയിൽ ഉസ്താദ് കയറാത്ത കോടതി ഏതാന്നേ നോക്കേണ്ടതുള്ളൂ, കയറിയ കോടതി നോക്കേണ്ടതില്ല. അത്രയധികം കോടതികൾ കയറി ഇറങ്ങി. എന്തിനു വേണ്ടി? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി. ഒരു പക്ഷേ ഖുത്ബ പരിഭാഷയെ പറ്റി, അതല്ലെങ്കിൽ സ്ത്രീ ജുമാ ജമാഅത്തിനെ പറ്റി, അതല്ലെങ്കിൽ തറാവീഹിന്റെ റക്അത്തിനെ പറ്റി, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളെപ്പറ്റി പ്രസംഗിച്ചാൽ അപ്പൊ പിറ്റേന്ന് കേസ് കൊടുത്തു വഹാബികൾ. അസം മുസ്ലിയാർ ഇവിടെ വന്നു, നാട്ടിലാകെ കലാപമുണ്ടാക്കി, ഇവിടെ 2 വിഭാഗമായി, ഇവിടെ വലിയ വർഗീയ ചിന്തകളുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കേസാണ്. ഈ കേസൊക്കെ വാദിക്കാൻ ബഹുമാനപ്പെട്ടവർ ഒരു വക്കീലിനെ നിർത്താറില്ല. ബഹുമാനപ്പെട്ടവർ പോകാനാണ് കേസിന് പതിവ്. യാ റബ്ബ് യാ റബ്ബ് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹു തആല തന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാണോ അതിനെ അള്ളാഹിന്റെ വഴിക്ക് ചെലവഴിക്കണം എന്നുള്ള ഖുർആൻ. ബഹുമാനപ്പെട്ട അസം മുസ്ലിയാർ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ശരീരമാണ്, അത്ര ഇഷ്ടം എനിക്ക് മറ്റൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ശരീരം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. അതാണ് അസം മുസ്ലിയാർ. അങ്ങനത്തെ ഒരു മഹാമനുഷ്യയെ ചരിത്രം അതിന് മുമ്പും ശേഷവും കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ നാട്ടില്. യാ റബ്ബ് യാ റബ്ബ്. ഇതൊക്കെ നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ ദർസ് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അക്കാലത്ത് ബഹുമാനപ്പെട്ടവർ വാർത്തെടുത്തിരിക്കുന്ന എത്രയെത്ര പണ്ഡിതന്മാര്. അന്ന് ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാരുടെ ആ പടയോട്ടം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ പള്ളികളിലെ മെമ്പറും മലയാളം മാത്രമാകുമായിരുന്നു. അന്ന് അസം മുസ്ലിയാർ ആ പടയോട്ടം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ കേരളത്തിലെ പള്ളികൾ മുഴുവനും ചന്തമാതിരി പെണ്ണുങ്ങളെ കൊണ്ട് നിരങ്ങുമായിരുന്നു. അന്ന് അസം മുസ്ലിയാർ ആ പടയോട്ടം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന ഒരാളും ഈ കേരളത്തിൽ ഉണ്ടാകൂല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ ത്വാഹ റസൂലുള്ളാഹി, ഷഫീഉനാ റസൂലുള്ളാഹി, ഹബീബുനാ റസൂലുള്ളാഹി, ആ പേരാണ് പറയുമ്പോഴേക്ക് എല്ലാ സ്ഥലത്തും സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ്. നിങ്ങൾ നോക്കൂ, ലോകത്തെ എവിടെ പോയിട്ട് നമ്മൾ പറഞ്ഞാലും മഹാന്മാരായ ആളുകളെ പേര് പറയുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, സ്വല്ലല്ലാഹ് റളിയല്ലാഹ് ഖദ്ദസല്ലാഹ്, സിന്ദാബാദ് സിന്ദാബാദ്. എന്താ ഒരു സൗണ്ട്? അന്ന് വഹാബികളെ പള്ളിക്കൽ സലാത്താണല്ലോ. അങ്ങനെ ഒച്ചങ്ങൾ ഇതുവരെ കേൾക്കണം കേൾക്കൂല. നിങ്ങളൊരു വഹാബിന്റെ മുമ്പിൽ മുത്തനബിന്റെ പേരെന്ന് പറഞ്ഞു നോക്കാൻ ഞാൻ എങ്ങൂല. എന്തുകൊണ്ട്? ലീഗാര് സിന്ദാബാദ് വിളിച്ചാണെങ്കിൽ ഓർക്ക് പറ്റുപോലെ പറയണം, കോൺഗ്രസ്സുകാർ വിളിക്കണമെങ്കിൽ ഓല നേതാക്കളെ പറയണം, അല്ലേ? ഇബലെ നേതാവിനെ പറയുമ്പോഴേ ഒരു സിന്ദാബാദ് വിളിച്ചോളൂ. അതുകൊണ്ട് ആ ഓല അരിയൊക്കെ പോയി വന്നിട്ട് ഡോക്യുമെന്ററിയിൽ മുഴുവനും ഫറോവ. ആരെ കണ്ടില്ല? ബാക്കിയുള്ളൊന്നും കാണുന്നില്ല. ഓർമ്മിക്കണം നമ്മൾ. അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ പടപൊരുതി. ഇന്ന് നിങ്ങൾക്കറിയോ, ലോകത്തിങ്ങളെ കണക്ക് പരിശോധിച്ച് നോക്ക്, 800 കോടി ജനങ്ങളെ കൂട്ടത്തിൽ ഉമ്മമാരെ, 800 കോടി ജനങ്ങളെ കൂട്ടത്തിൽ 200 കോടി മുസ്ലിങ്ങളാണ്. 200 കോടി മുസ്ലിങ്ങളാണ്. 200 കോടി മുസ്ലിങ്ങളുടെ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 48.5% ലോക മുസ്ലിങ്ങൾ ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന സുന്നികളാണ്. ഹനഫി മദ്ഹബ് സ്വീകരിക്കുന്ന സുന്നികളാണ്. 25% വരുന്ന മുസ്ലിമീങ്ങൾ ലോകത്ത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിക്കുന്ന ഷാഫിഈ വിശ്വാസികളായ സുന്നികളാണ്. 15% വരുന്ന മുസ്ലിമീങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കുന്ന മാലിക്കി വിശ്വാസികളായ സുന്നികളാണ്. 2% മുസ്ലിമീങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മദ്ഹബ് സ്വീകരിക്കുന്ന ഹംബലി വിശ്വാസികളായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളാണ്.
ഇപ്പൊ ടോട്ടൽ എത്രയായി? പണ്ട് കോഴിക്കോട്ട് നിന്ന് ഒരു സ്കൂളിൽ നിന്ന് മാഷി ചോദിച്ചു ക്ലാസ്സിലെ കുട്ടികളോട്, ആ മാനാഞ്ചറുണ്ടല്ലോ കുളം, അത് നിറയണമെങ്കിൽ എത്ര കൊട്ട മണ്ണുവാണെന്ന്. കുട്ടികളാണ്ട് ഇളകി പറയാൻ തുടങ്ങി. 40 കൊട്ട ഒരു കുട്ടി, 50, 60, 90, 100, 200, 2000 ഇങ്ങനെ പറയന്നെ. കുട്ടികളൊന്നായിട്ട് ബഹളം കൂടി. അപ്പം ഇഞ്ചമാതിരി ഒരു സാധു കുട്ടീൻ്റെ ആ കുട്ടി മിണ്ടാതെ ഇരുന്നു. കുറേ ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ സാറ് ചോദിച്ചു, മോനെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ, എത്ര കൊട്ട മണ്ണ് വേണ്ടിയിരുന്നു ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാറേ കുളത്തിൻ്റെ അത്ര വലിപ്പമുള്ള കൊട്ടയാണെങ്കിൽ ഒറ്റ കൊട്ട മതിയാവുന്ന. അപ്പോൾ നമ്മളെ കണക്ക് മുഴുവനും കൊട്ടക്കണക്കാണ്. അങ്ങനെ മാത്രം കൊട്ടക്കണക്കിൽ നിന്നാൽ പറ്റൂല, കുറച്ച് നമ്മൾ എന്താക്കണം, അറിയണം. ഹബീബുന മുഹമ്മദ് മുസ്തഫ 90% വരുന്ന മുസ്ലിങ്ങൾ 90% വരുന്ന മുസ്ലിങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളാണ്. 10% തികയാത്തതാണ് ലോകത്ത് മൊത്തമുള്ള ബിദ്അഈ പ്രസ്ഥാനക്കാർ. ഓ എൻ്റെ ഉമ്മപങ്ങന്മാരെ, നമ്മളൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ഓർക്കണം, മരണപ്പെട്ടതിന് ശേഷം മരണാനന്തര ജീവിതത്തിൽ നമുക്ക് കിട്ടാനുള്ള സമ്പാദ്യം, ഹയാത്ത് കാലത്ത് നമ്മൾ സമ്പാദിച്ചു വച്ചിരിക്കുന്ന മക്കളും കുടുംബങ്ങളും കൂട്ടുകാരും ബന്ധപ്പെട്ടവരും അടക്കം നമ്മൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ലോകത്ത് മുഴുവനും നിങ്ങൾ നോക്കൂ. നമ്മളൊക്കെ കാലത്ത് ഇപ്പോൾ സൗദിയിൽ 3 രാജാക്കന്മാർ മരിച്ചു. ഫഹദ് രാജാവ് മരിച്ചു, പിന്നെ അബ്ദുള്ള രാജാവ് മരിച്ചു, അല്ലേ? അങ്ങനെ ഖാലിദ് രാജാവ് മരിച്ചു. ഇവരെ 3 മരണ വാർത്ത സൗദിയിലെ ടെലിവിഷൻ ചാനലുകളൊക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അതും പറഞ്ഞിട്ട് മരണ വാർത്ത വായിച്ചു. പിന്നെ ഖുർആനോ തന്നെ ഒരാഴ്ച. ബഹ്റൈൻ രാജാവിന്റെ മകൻ മരിച്ചു കുറച്ചു മുമ്പ്, മരണ വാർത്ത പറഞ്ഞു, പിന്നെ ഖുർആനോ തന്നെ. റമദാൻ 22-ന് അറബ് രാഷ്ട്ര തലവൻ പിതാവ് എന്ന് പറയുന്ന UAE ഷെയ്ഖ് സായിദ് അവർകൾ വഫാത്തായി. ഷെയ്ഖ് സായിദ് വഫാത്തായി. അന്ന് ഒരു റമദാൻ 22-ന് ആ മരണ വാർത്ത പ്രഖ്യാപിച്ചു. പിന്നെ പള്ളികളിലും വീടുകളിലും ഒക്കെ ഖുർആനോ തന്നെ. മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആനോത്ത് നടക്കാത്ത ഒരു വിഭാഗം നമ്മൾ ഈ കേരളത്തിലെ 3 മുർച്ചുത്തി വഹാബികളല്ലാതെ ലോകത്തൊരാളുമില്ല. എല്ലാ ലോകത്തുള്ള മുസ്ലിമീങ്ങളും. എന്തുകൊണ്ട്? ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഉമ്മമാര് മനസ്സിലാക്കണം, 4-ാം മാസത്തിൽ റൂഹൂദി എന്ന് പറയുന്നുണ്ടല്ലോ നമ്മള്. ശരീരത്തിൽ വെച്ചുകൊണ്ട്, ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല ശരീരത്തിന്റെ അവയവങ്ങളൊക്കെ ഇങ്ങനെ പൂർത്തിയാക്കി വന്നാൽ ആദ്യം പ്രവർത്തനം തുടങ്ങുക ഏതാ? ഉമ്മയുടെ ഗർഭാശയത്തിൽ ആദ്യം പ്രവർത്തനം തുടങ്ങുന്നത് കേൾവി ശക്തിയാണ്. ഇന്ന സമഅ വൽ ബസർ. ഖുർആൻ ആയത്തുകളിലൊക്കെ ആദ്യം മുന്തിച്ചു വരുന്ന സമഅൻ. അവിടെ തഫ്സീറുകളിൽ കാണാം, റാസി അടക്കം. എന്താണ്? ആദ്യം ഉമ്മാന്റെ ഗർഭാശയത്തിൽ തന്നെ കുട്ടി കേൾക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഗർഭിണികൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗർഭകാലത്ത് ഉമ്മമാര് വേണ്ടാത്തത് സംസാരിക്കരുത്. വേണ്ടാത്ത പാട്ട്, കളി, വേണ്ടാത്ത വാക്ക്, അത് വളരെ ശ്രദ്ധിക്കണം. കുട്ടി കേൾക്കുന്നുണ്ട് ഗർഭാശയത്തിൽ. അതുകൊണ്ടാണ് ഗർഭിണികളെ നാം ദേഷ്യം പിടിപ്പിക്കരുത്. ഗർഭിണികളോട് നമ്മൾ മര്യാദയില്ലാതെ പെരുമാറരുത്. ഗർഭിണികൾക്ക് വിഷമമുണ്ടാകുന്ന, ഗർഭിണികൾക്ക് പ്രയാസമുണ്ടാകുന്ന പെരുമാറ്റം ഭർത്താവിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ഉണ്ടാവരുത്. ഗർഭിണികൾക്ക് നല്ല സന്തോഷം കൊടുക്കണം, ഗർഭിണികൾക്ക് നല്ല ആശ്വാസം കൊടുക്കണം, ഗർഭകാലത്ത് അവർക്ക് നല്ല ഐശ്വര്യം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല. അല്ലാഹു തആല നമ്മളെ സഹോദരിമാർക്കൊക്കെ റഹ്മത്ത് കൊടുക്കണം. നിങ്ങളൊരു എന്നാ ആമീൻ, അങ്ങനെ ഇവർക്ക് മാത്രം കിട്ടിയാൽ തിരക്കേടില്ല എന്നുള്ള ആൾക്കാണെന്ന് അറിയില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഖൈർ തരട്ടെ. അത് ശരി, ആയിക്കോട്ടെ. നിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടേ ഇവൽക്കാർക്കും അത്ര ഇഷ്ടമല്ല പെണ്ണുങ്ങളെ. അള്ളാഹു തആല നമുക്ക് റഹ്മത്ത് തരട്ടെ. അപ്പോ ഗർഭിണികൾ എപ്പോഴും ഗർഭകാലത്ത് ഖുർആൻ നല്ല പോലെ ഓതണം. ഉമ്മമാരെ, നിങ്ങളിങ്ങനെ ഖുർആൻ ഓതിയാൽ ഗർഭത്തിലിരിക്കുന്ന ശിശു അത് കേൾക്കുന്നുണ്ട്. ഉമ്മ ദിക്ർ ചൊല്ലി. അതുകൊണ്ടാണ് ഗർഭകാലത്ത് സഹോദരിമാര് ആയത്തുൽ കുർസി നല്ല പോലെ ഓതണം. ആയത്തുൽ കുർസി എന്ന് പറയുന്നത് വല്ലാത്ത ശക്തിയുള്ള ആയത്താണ്. അല്ലാ എന്ന് തുടങ്ങി അൽ അലീം എന്ന പേര് കൊണ്ട് അവസാനിക്കുന്ന ആയത്തുൽ കുർസി റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവാണ്. ഗർഭിണികൾ പ്രത്യേകിച്ചും നല്ല പോലെ ഓതണം. ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് കുട്ടികൾ ആദ്യം കേൾക്കാൻ തുടങ്ങിയത് ഏതാണ്? ഖുർആൻ. ഉമ്മങ്കര ഖുർആൻ ഓതുമ്പോൾ കുട്ടി കേട്ടു ഗർഭാശയത്തിൽ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
നമ്മൾ ഭൂമിയിൽ വന്നു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഭൂമിയിൽ കുട്ടിയെത്തിയ ആദ്യം തുടങ്ങുക ഏതാണ്? കാതാണ്, കേൾവിയാണ് തുടങ്ങുക. പിന്നെയാണ് ബാക്കിയൊക്കെ തുടങ്ങുള്ളൂ. ഇനി ലോകത്ത് നിന്ന് അവസാനം ഒരാൾ മരിച്ചു പിരിയുമ്പോൾ അവസാനം മരിക്കണത് ഏതാ? കേൾവി ശക്തിയാണ്. നമ്മളെ കാഴ്ചയിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ബോധം ഇല്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് കേൾവി ഉണ്ടോ അല്ലേ? ബോധമില്ലാത്ത ആളെ കാണാൻ പോയി വന്നിട്ട് നമ്മൾ എന്താ പറയാ? നമ്മളിങ്ങനെ വിളിച്ചാൽ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട്, കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പൊ ഉള്ളിൽ വിവരം കേട്ടിട്ടല്ലേ? അതാണ് പാമ്പ് കടിച്ച് മരിച്ച ആൾക്ക് ബോധം ഉണ്ടാവില്ല തീരെ. എന്നാലും നമ്മളോട് എന്താ കൽപ്പന? ലക്കിനു മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ എന്ത് ചൊല്ലിക്കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. ബോധമില്ലാതെ കിടക്കുമ്പോഴും എന്ത് ചൊല്ലിക്കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? കേൾവി മരിച്ചിട്ടില്ല. റൂഹ് ഫുള്ള് പിരിഞ്ഞു പോയിട്ട് കേൾവി എന്താകുള്ളൂ? അവസാനിക്കുള്ളൂ. തുടങ്ങുന്നത് കേൾവിയാണ്, അവസാനിക്കുന്നത് കേൾവിയാ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചൊല്ലിക്കൊടുക്കാൻ. പാമ്പ് കടിച്ച് മരിച്ചു, ഒരു ബോധമല്ല, എന്നാലും എന്ത് ചൊല്ലിക്കൊടുക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ. പിന്നെ ചിലവരുണ്ട് ചൊല്ലിക്കൊടുക്കുമ്പോൾ നിങ്ങൾ ചെല്ലുന്നുണ്ടോ എന്നൊരു ചോദിച്ചാൽ നിൽക്കരുത്, അതിന് നിൽക്കണ്ട. നമ്മളവിടെ ഒരാൾ മരിച്ചാൽ നേരത്തെ അയൽവക്കക്കാരൻ വന്നുകാണ്ട് ചോദിച്ചു, വീരാൻകുട്ടിയെ ജിന്ന അറിഞ്ഞിക്കണോ? ഞാൻ എന്നെ എൻ്റെ തന്തനെ അറിയുന്നത്. മാണ്ടാത്ത ചോദിക്കാൻ നിന്നാലേ ഓരോ സമയം മനസ്സിലാക്കണം. ചില ആളുകൾക്ക് അല്ലാതെ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഫോൺ ചെയ്ത് കണ്ട്, ഹലോ എന്നെ മനസ്സിലായില്ലേ? എന്നോടൊരാൾ മിഞ്ഞാന്ന് ചോദിച്ചു, ഹലോ എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. നിങ്ങൾ മുഖ്യമന്ത്രി അല്ലേ എന്ന് ചോദിച്ചാൽ ഒരാളോട് ഹലോ ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആവശ്യത്തിനാണ് വിളിച്ചത്, അതാ പറയണ്ടത്. ഇന്നെ മനസ്സിലായോ? എന്നാ ഒന്ന് പറഞ്ഞാണ്. നമ്മൾ ചിലപ്പോൾ ഈ 100,000 ആൾക്കാരെങ്ങനെ കാണുന്നതല്ലേ. ചിലപ്പോൾ കോഴിക്കോട്ട് നിന്നൊക്കെ ഒരാളെ കണ്ട അസ്സലാമു അലൈക്കും എന്താ വർത്താനം, അവിടെ തന്നെയല്ലേ? എവിടെ ഞാൻ നടന്ന് വേഗം പോകുക എന്നല്ലാതെ പിന്നെ അവിടെ ഇങ്ങനെ ചൊറിഞ്ഞും കൊണ്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ? നമ്മള് മരണാസന്നമായ ആൾക്കും കേൾവി ശക്തിയുണ്ട്. അവസാനം ഊഹ പിരിഞ്ഞ് അപ്പൊ എന്തു വേണം? കേൾവി. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് കേൾക്കാൻ തുടങ്ങി ഖുർആന്. ഹയാത്ത് കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടു അല്ലാഹ്. ഖുർആൻ ഇങ്ങനെ ഓതി. മരണാസന്നമായ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മരണം ആസന്നമായ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതണേ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഇന്നലി കുല്ലി ഷൈഇൻ ഖൽബ വ ഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഓരോ സാധനത്തിനും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ബ്രെയിൻ ഉണ്ട്. വിശുദ്ധ ഖുർആന്റെ ബ്രെയിൻ എന്ന പദവി അത് യാസീൻ സൂറത്തിനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഖുർആനിന്റെ കൽബ്, നമ്മളെ കൽബ്, കൽബും ഒരു കണക്ഷൻ. മരണാസന്നമായി കിടക്കുന്ന ആളെത്തി യാസീൻ ഇങ്ങനെ ഓതുക. മരിച്ചു കഴിഞ്ഞാലും യാസീൻ ഇങ്ങനെ ഓതുക. മയ്യത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ യാസീൻ ഇങ്ങനെ ഓതുക. എത്ര യാസീനാ ഓതുന്നത്? നമ്മളൊക്കെ സാധാരണ ഒരു വീട്ടിൽ മരണം നടന്ന എത്ര യാസീൻ ഓതും അല്ലേ? നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ആൾക്കാർ എത്ര ഉണ്ട്? മൊത്തത്തിൽ പുരുഷന്മാരെങ്ങനെ നോക്കിയാൽ ഒരു 250 ആളുണ്ട് അല്ലേ? അപ്പൊ പെണ്ണുങ്ങൾ എത്ര ഉണ്ടാവും? പെണ്ണുങ്ങൾ ഉമ്മയും മകളെയും കൂട്ടുക അല്ലെങ്കിൽ മരുവാളെയും കൂട്ടുക 500 പെണ്ണുങ്ങളും ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോ 800 ആള് യാസീൻ ഓതിയാൽ എത്ര യാസീനാവും? ഞായറാഴ്ച സ്കൂളിൽ പോയി 800 ആള് യാസീൻ ഓതിയാൽ എത്ര യാസീനാവും? 1000 ആള് യാസീൻ ഓതിയാൽ എത്ര യാസീനാവും? 1000 യാസീനാവും. അതിലിപ്പോ എന്ത് തർക്കമുള്ളതില്ലേ? ഒന്നും രണ്ടാന്നുള്ളിൽ ഇപ്പൊ തർക്കമല്ലല്ലോ. 1000 ആള് യാസീൻ ഓതിയാൽ 1000 യാസീനാവും. അതാണ് ഡയറക്റ്റ് കണക്ക്. 1000 ആള് യാസീൻ ഓതിയാൽ അത് 3000 യാസീനാവും. 3000 യാസീനാകും. എന്തുകൊണ്ട്? നമ്മൾ യാസീൻ ഓതുമ്പോൾ അപ്പുറത്തും 2 മലക്കുകൾ ഉണ്ടോ അല്ലേ? ഉണ്ടോ അല്ലേ? നമ്മൾ യാസീൻ ഓതുമ്പോൾ മലക്കുകൾ നമ്മളപ്പോ ഓതൂലേ? എന്താ നിങ്ങൾക്കൊരു സംശയം? മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ വഹാബില്ല. എന്താ ആചാര്യ അങ്ങനത്തെ വിവരമൊന്നും ഇതിലൊന്നും അറിഞ്ഞിട്ടില്ല? നിങ്ങൾ ഇതുവരെ കേട്ടിക്കണോ? ആ മലക്ക് ജമാഅത്ത് ഇസ്ലാമി ആണോല്ലോ കേട്ടുക്കണം. ആ നബി വഹാബി ആണോല്ലോ എന്ന് കേട്ടുക്കണം. ജമാഅത്തുകാർ എന്തെല്ലാം കണക്കാണ് ഇവിടെ നിരത്തി പറയണത്. ആ കണക്ക് ഈ കണക്ക് ഇതുവരെ ഒരു പറഞ്ഞിക്കണോ ആ മലക്ക് നമ്മളാളാണ്? മലക്കുകളെ കൂട്ടത്തിൽ ഒറ്റൊന്ന് വഹാബില്ല. അതുകൊണ്ടല്ലേ നമ്മൾ സുന്നത്തി ജമാഅത്തിൽ നിന്നത്. മലക്കുകളും അമ്പിയാക്കളും ഒക്കെ എന്തെന്നെയാണ്? സുന്നിയാണ്. അപ്പൊ നമ്മൾ യാസീൻ ഓതുമ്പോ 2 മലക്കുകളും ഒപ്പം ഓതൂലേ? അപ്പൊ അതാണ് നമ്മൾ 1000 ആള് യാസീൻ ഓതിയാൽ എത്ര യാസീനായി? 3000 യാസീനായി അല്ലേ? ഒരു യാസീൻ നമ്മൾ ഒരു യാസീൻ നമ്മൾ ഓതുമ്പോൾ യാസീൻ എത്ര ആയത്താ? 83 ആയത്താണ്. യാസീൻ എത്ര അറഫ?
നമ്മളേത്തേന് കൊട്ടക്കണക്കല്ലേ ഉള്ളൂ അല്ലേ? നമ്മളെ ഒന്നിന് കണക്കില്ല. എന്നാളൊരാളോട് ചോദിച്ചു, കുട്ടിയെ ഇന്ന് നോമ്പത്തിരായി എന്ന് വെച്ചു. എന്താ ഉസ്താദ് എണ്ണീറ്റ് മറ്റേ മാസം കാണുമ്പോൾ നിർത്താം. അല്ലാഹു റബ്ബി, അങ്ങനെ കൊട്ടക്കണക്കിലായാൽ പറ്റൂലോ. 21 എന്നാ 23 എന്നാന്നൊക്കെ ഒരു പുടുത്തം വേണ്ടേ? നബി മുഹമ്മദ് മുസ്തഫ നമ്മളിപ്പോൾ യാസീൻ ഓതിയാൽ ഒരു യാസീൻ എത്ര ഹർഫാ? ഒരു യാസീൻ 3000 ഹർഫാണ്. യാസീൻ തുടങ്ങിയിട്ട് ഇലൈഹി തുർജഊൻ എത്തുമ്പോഴേക്ക് എത്രയാവും? 3000 ഹർഫാകും. 3000 ഹർഫ്. അല്ലാഹു റബ്ബി, ഒരു ഹർഫ് ഓതിയാൽ അല്ലാഹു തആല ഒന്നിന് 10 പ്രതിഫലം തരും. ഒന്നിന് എത്ര പ്രതിഫലം കിട്ടും? 10. 3000 10 എത്രയായി? 3000 10 എത്രയായി? അപ്പൊ നമ്മൾ ഒരാൾ യാസീൻ ഓതിയാൽ തന്നെ 3000 ഹർഫ്. ഒന്നിന് അല്ലാഹു തആല 10 പ്രതിഫലം തന്നാൽ ഒന്നിന് 3000. 3000 നമ്മളപ്പോ 1000 ആള് യാസീൻ ഓതിയാൽ എത്ര യാസീനായി? 3000 യാസീൻ എത്ര ഹർഫായി? അല്ലാഹു റബ്ബി, നമ്മുടെ ഒരു മയ്യത്ത് ഇങ്ങനെ എടുക്കാമത്തെ അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ എത്ര യാസീനാണ് നമുക്ക് കിട്ടുന്നത്? ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, നമ്മളൊക്കെ മരണാസന്നമായി നമ്മുടെ ഖബറിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ആയിരക്കണക്കിന് യാസീനുകൾ ഇങ്ങനെ മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങളും മലക്കുകളും ഒരുമിച്ച് ഇങ്ങനെ ഓതിയിട്ടുള്ള യാസീൻ ഉണ്ടല്ലോ. ഈ യാസീനുകളൊക്കെ ചേർന്ന് നിന്നിട്ട് അല്ലാഹ് നമ്മുടെ ഗർഭാശയത്തിൽ നിന്ന് കേട്ടിരിക്കുന്ന ഖുർആൻ, അല്ലാഹ് ഹയാത്ത് കാലത്ത് കൂടുതൽ കേട്ടിരിക്കുന്ന ഖുർആൻ, ആ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കുകയാണ്. അല്ലാഹു റബ്ബി, മരണാസന്നമായ മരിച്ച മയ്യത്തിന്റെ അടുത്ത് നമ്മളിങ്ങനെ യാസീൻ ഓതുമ്പോൾ എത്രയാണ് യാസീൻ ഹർഫുകൾ? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഓർക്കണം ശരിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു യാസീൻ ഓതുമ്പോഴേക്കും അത് നമ്മുടെ ഉമ്മാക്ക് നമ്മൾ ഹദിയ ചെയ്തു, വാപ്പാക്ക് ഹദിയ ചെയ്തു. ഒരൊറ്റ യാസീൻ ഓതുമ്പോൾ എത്ര ആളുകൾക്കാണ് അതിന്റെ പ്രതിഫലം കിട്ടുന്നത്? വഹാബി മൗദൂദി പോലത്തെ പുതിയ പ്രസ്ഥാനത്തിൽ ചേരുന്നതോടുകൂടെ നമുക്ക് എത്രയാണ് നഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നേരത്തെ നമ്മുടെ ആലിമീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും ഇസ്ലാമിക ലോകത്ത് പാരമ്പര്യമുള്ള മുഴുവൻ മഹാന്മാരും അവരൊക്കെ കാണിച്ചു തന്ന പതിവ്, ഏതൊരു വീട്ടിലും അല്ലാഹു റബ്ബി മരണം നടന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു റബ്ബി മയ്യത്ത് നിസ്കാരത്തിൽ ഖുർആൻ ഓതുന്നു. മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചാൽ മിൻഹാ ഖലഖനാകും. എല്ലാ മരണ വീട്ടിലും ഖുർആൻ ഓത്തിങ്ങനെ നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ഖുർആനിന്റെ ആയത്തുകൾ ഓരോ മരണ വീട്ടിലും ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, ഉമ്മാ നീ ഖബറിലെത്തുമ്പോൾ, മോളെ നീ ഖബറിലെത്തുമ്പോൾ, വാപ്പ നമ്മൾ ഖബറിലെത്തുമ്പോൾ, മോനെ നമ്മൾ ഖബറിലെത്തുമ്പോൾ, നമ്മൾ അറിയാത്ത വെളിച്ചം, നമ്മൾ അറിയാത്ത പ്രകാശം അല്ലാഹ് നമ്മുടെ വിശുദ്ധ നമ്മുടെ ഖബറാകുന്ന വീട്ടിലേക്ക് ഖുർആനിന്റെ പ്രകാശം, ഖുർആനിന്റെ വെളിച്ചം, ഖുർആനിന്റെ അല്ലാഹുമ്മ നവ്വിർ ഖുലൂബന അല്ലാഹുമ്മ നവ്വിർ ഖുബൂറനാ ബിനൂരിൽ ഖുർആൻ. ഖുർആനിന്റെ വെളിച്ചം നമ്മുടെ ഗർഭാശയത്തിലും ഇന്നത്തെ ഹയാത്ത് കാലത്തും നാളെ ഖബറിലും മറ്റന്നാ മഹ്ശറിലും. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ എല്ലാവരും ഖുർആൻ ഓത്തിന്റെ പതിവുകാരാവണം. ഖുർആൻ ഓതുന്നവരെ തേടി, ഖുർആൻ ഓതുന്നവരെ അന്വേഷിച്ച്, ഖുർആൻ ഓതുന്നവരെ സഹായിക്കാൻ നാളെ മഹ്ശറാവൻ സഭയിൽ ഖുർആൻ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ ഉമ്മമാരെ, സഹോദരന്മാരെ, റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നാളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ബേജാറായി വിഷമിച്ച് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വെപ്രാളപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പടച്ചോനെ എവിടെ പോകും, ആരോട് ചോദിക്കും, എന്താണ് നടക്കാൻ പോകുന്നത്? അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് മഹ്ശർ വൻസഭയിൽ അതാ ബേജാറായി നിൽക്കുമ്പോൾ ഒരാൾ വരാൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? അല്ലാ, ആരാണ്? നീ ഓതിയിരുന്ന ആയത്തുൽ കുർസിയില്ലേ, അതാണ് ഞാൻ. നിങ്ങൾ ഇവിടെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണെന്ന് ആയത്തുൽ കുർസി പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പുറത്ത് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അസ്സലാമു അലൈക്കും ഹൽ തഅരിഫുനി, എന്നെ മനസ്സിലായോ? ഇല്ലല്ലോ. നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങൾ പതിവായി ഓതുന്ന യാസീനില്ലേ, യാസീനാണ് ഞാൻ, യാസീൻ സൂറത്താണ് ഞാൻ. നിങ്ങൾ ഇവിടെ വിഷമിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു പറഞ്ഞയച്ചതാണ്. യാസീൻ, നമ്മുടെ കയ്യും പിടിച്ചിട്ട് യാസീൻ ഇങ്ങനെ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ ഖുർആൻ ഓതുന്നവരാവണം. സത്യവിശ്വാസികൾ ഖുർആൻ ഓതുന്നവരാവണം. നമ്മുടെ ഈമാനിന്റെ വെളിച്ചം ഖുർആനാണ്. നമ്മുടെ ഈമാന്റെ സുരക്ഷ ഖുർആനാണ്. ആ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ
ഔലിയാക്കളെ പേരിൽ ഹദിയ ചെയ്തുകൊണ്ട്, മരണപ്പെട്ടവരെ പേരിൽ ഹദിയ ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്ക് രണ്ട് കാര്യം. എന്താ? നമ്മൾ ഓതിയ യാസീന്റെ പ്രതിഫലം നമുക്കും കിട്ടും, മരിച്ചവർക്കും കിട്ടും. അതോടൊപ്പം ഔലിയാക്കളെ സഹായവും നമുക്ക് കിട്ടും, ഖുർആന്റെ സഹായവും നമുക്ക് കിട്ടും. അങ്ങനെ ഇരുലോക വിജയം സമ്പാദിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു.